വളരെ വലിയൊരു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ക്യാപിറ്റൽ ബിൽഡിംഗ് കാണുക എന്നുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് ഹൗസും ഈ രണ്ട് സംഭവങ്ങളും കാണുക എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അമേരിക്കയിൽ വന്നിട്ട് സാധിക്കുമെന്ന് ഒരിക്കലും കരുതിയല്ല. അങ്ങനെ നമ്മള് ഹാരിസ്ബർഗിൽ നിന്ന് യാത്ര തുടർന്ന് ഇപ്പൊ മേരിലാൻഡിൽ എത്തിയിരിക്കുകയാണ്. മേരിലാൻഡിലെ നമ്മുടെ മലയാളികളുടെ ഒരു പുണ്യ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ലിക്കർ ഷോപ്പിൽ, ഏറ്റവും വലിയൊരു ലിക്കർ ഷോപ്പിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത്. പല വിധത്തിലുള്ള ബ്രാൻഡുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. കാരണം ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. വൈനുകളുടെ തന്നെ പലവിധ ശേഖരങ്ങൾ, വിസ്കികളുടെ ശേഖരങ്ങൾ. കൊറോണ എന്ന് പറഞ്ഞാൽ ശരിക്കും US ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറിന്റെ ബ്രാൻഡാണ് കൊറോണയാണ്. നമ്മൾ ഏത് ഷോപ്പിൽ കയറി ബിയർ വാങ്ങിച്ചാലും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് കൊറോണ എന്നുള്ളതാണ്. അപ്പോ വിധിയുടെ ഒരു വിളയാട്ടം എന്നുള്ള പോലെ നമ്മുടെ വൈറസിന്റെ പേരും ഇതുപോലെ തന്നെ കൊറോണ ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മലയാളികളെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഓ എന്താ കണ്ണിന്ന് വെള്ളം വന്നു പോകും ഇതൊക്കെ കണ്ടാൽ. ഇവിടെ ഇല്ലാത്ത ഇല്ലാത്ത മോഡലൊന്നുമില്ല. ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് മദ്യത്തിന് വേണ്ടി മാത്രം. ജാക്ക് ഡാനിയൽസ്, പ്രൈസൊക്കെ നോക്കുക. ലിക്കറുകളുടെ പ്രൈസിങ്ങുകളും വളരെ നോർമൽ ആയിട്ടുള്ള പ്രൈസിങ്ങുകൾ തന്നെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങുകളൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ ആവാത്ത വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു ബ്രാൻഡിന്റെ തന്നെ വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മേരിലാൻഡ് എന്ന സ്റ്റേറ്റിൽ, അമേരിക്കയിലെ മേരിലാൻഡ് എന്ന സ്റ്റേറ്റിലാണുള്ളത്. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചിപ്പോട്ട്ലെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. മെക്സിക്കൻ ഫുഡാണ് ഇവിടുത്തെ സെർവിങ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിപ്പോട്ട്ലെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഷിങ്ടൺ DC വാഷിങ്ടൺ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബോ, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ചിപ്പോട്ട്ലെ എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഫുഡാണ്. ഇതുവരെ മെക്സിക്കൻ ട്രൈ ചെയ്തിട്ടില്ല. ഇനി മെക്സിക്കൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. മെക്സിക്കൻ ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുക. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെയൊക്കെ ചിക്കനൊക്കെ നമ്മൾ ഇതിലിങ്ങനെ പൊരിയുന്നുണ്ട് അടിപൊളിയായിട്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ റൈസ്, അതുപോലെ തന്നെ വൈറ്റ് റൈസ്, ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മമ്പയർ, നമ്മുടെ വലിയ പയറാണ്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. മെക്സിക്കൻ ഫുഡാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റംസ്. നമുക്കിവിടെ കാണാം. ഒരുപാട് ആളുകൾ വന്നിട്ട് പാർസൽ വാങ്ങി പോകുന്നുണ്ട്. അതുപോലെ ചെറിയ നമ്മുടെ പപ്പടം പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളെ നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പ്രൈസിങ് ഒന്നും. എനിവേ ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ്, ബേസിക് റേറ്റുകൾ ഇതൊക്കെയാണ്. അങ്ങനെ അതിവിപുലവും അത്യന്തം സ്വാദിഷ്ടവുമായ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റൽ സിറ്റിയായ വാഷിങ്ടൺ DC വാഷിങ്ടൺ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ, ഇതിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വാഷിങ്ടൺ DC എത്തിയിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്ക് പോലെയുള്ള ഒരു നഗരമാണ് വാഷിങ്ടൺ DC എന്ന് പറയുന്ന ഈ ഒരു നഗരം. എല്ലാ ഭാഗങ്ങളിലും പച്ചപ്പാണ്, പച്ചപ്പ് നിറഞ്ഞ പാർക്കുകളാണ്.
വളരെ ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിറ്റിയാണിത്. കാരണം ഇതൊരു ചതുപ്പ് പ്രദേശമായിരുന്നു. ഈ ചതുപ്പ് പ്രദേശത്തിലേക്ക് ഇവിടെ ഒരു ക്യാപിറ്റൽ സിറ്റി നിർമ്മിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു സിറ്റി നിർമ്മിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ജംഗ്ഷനുകൾ, എല്ലാ ജംഗ്ഷനുകളിലും സ്റ്റാച്യൂകളും മോണിമെന്റുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വരുന്ന ഒരു നഗരം. ആ ഒരു നഗരത്തെ കാണുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. കാരണം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെയുള്ള ക്യാപിറ്റോൾ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് മന്ദിരങ്ങളും അതുപോലെ തന്നെ മോണ്യുമെന്റ്സും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റി തന്നെയാണ് ഇത്. എല്ലാ ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും മരങ്ങളും പച്ചപ്പും എല്ലാം തന്നെയാണ് ഇവിടെ. ഈ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ ഔട്ടർ സർക്കിളിലൊക്കെയാണ് ആളുകൾ താമസിക്കുന്നത്. ഇവിടെയെല്ലാം ഭരണപരമായിട്ടുള്ള ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോൾ വാഷിങ്ടണിൽ എത്തിയിരിക്കുകയാണ്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ക്യാപിറ്റൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റലായിട്ടുള്ള വാഷിങ്ടൺ DC-യുടെ എല്ലാവിധ കാഴ്ചകളാണ് ഞങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മളിവിടെ ലാൻഡ് ചെയ്തു. വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ വൈറ്റ് ഹൗസ് കാണുക, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബിൽഡിംഗ് കാണുക എന്നൊക്കെ. അതാണിന്ന് സാധിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് സ്മിത്സോണിയൻ്റെ ഒരു കാസിലാണ്, വൺ ഓഫ് ദി കാസിലാണ്. ഇവിടെ മെയിനായിട്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇപ്പം ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സ്മിത്സോണിയൻ കാസിലിൻ്റെ പുറമേ നിന്നുള്ളൊരു ഭാഗമാണിത്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെയൊക്കെ, ഇവിടുത്തൊക്കെ ഒരുപാട് ആളുകളാണ്. അങ്ങനെ കാസിലിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ഇതാണ്. ഇതിനകത്താണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. സ്മിത്സോണിയൻ്റെ ഇൻഫർമേഷൻസാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നഗരത്തിലുള്ളത്. ഇതൊരു ചതുപ്പ് നിലം നികത്തിയിട്ടാണ് ഈ ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു നഗരമാണിത്. വാഷിങ്ടൺ DC, വാഷിങ്ടൺ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള പേര്. ഇവിടെയൊക്കെ പുഷ്പങ്ങൾക്കൊരു പഞ്ഞുമില്ല, തുളിപ്പുകളാണ് ഇവിടെയൊക്കെ. ഈ തുളിപ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ കാശ്മീർ വരെ പോകണം, തുലിപ്പ് ഗാർഡൻ. അതും ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുൾ ടൈം ഈ ഒരു തുളിപ്പ് പൂത്ത് നിൽക്കുകയാണ്. എല്ലാ സ്ഥലത്തും പോകുന്ന വഴിയിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇരുവശങ്ങളിലും പൂവുകളൊക്കെയാണ്. വെള്ളപ്പൂവൊക്കെ കാണാൻ അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ അമേരിക്കൻ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പാർലമെൻറ്റ് മന്ദിരമാണ്. ഇതാണ് ക്യാപിറ്റോൾ ബിൽഡിങ്. വളരെ വലിയൊരു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ക്യാപിറ്റോൾ ബിൽഡിംഗ് കാണുക എന്നുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് ഹൗസും, ഈ രണ്ട് സംഭവങ്ങളും കാണുക എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അമേരിക്കയിൽ വന്നിട്ട് സാധിക്കുമെന്ന് ഒരിക്കലും കരുതിയല്ല. ഇനിയും വൈറ്റ് ഹൗസ് കൂടി കാണാനുണ്ട്. എന്തായാലും ഈ ആഗ്രഹം ഇവിടുന്ന് സാധിക്കാൻ പോവുകയാണ്. ക്യാപിറ്റോൾ ബിൽഡിങ് നമ്മൾ ഒരുപാട് സിനിമകളിൽ, ഹോളിവുഡ് സിനിമകളിലും എല്ലാം നമ്മൾ കണ്ടിട്ട് ചിരപരിചിതമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും ഇത് അമേരിക്കയാണ് എന്നുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റും. അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി, ഒരു ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ രീതിയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ്. വാവ്, അടിപൊളി സ്ഥലം. ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കുക, നമുക്ക് ജോർജ് വാഷിങ്ടണിൻ്റെ മോണ്യുമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സ്തൂപമാണ് ജോർജ് വാഷിങ്ടണിൻ്റെ മോണ്യുമെൻറ്റ്.
അതിൻ്റെ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികളാണ് നോക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് മാർബിളിൽ തന്നെയാണ് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലും ഏകദേശം ഇതേ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. ഒരു ബ്രിട്ടീഷ് രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. അതീവ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോലും നമുക്ക് അടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ വളരെ ഇതിന് താഴെ വരെ നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. അതീവ സുരക്ഷിതമാണെങ്കിലും ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗമല്ല, ഇതിനടിയിലേക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് റൂമുകളൊക്കെ വേറെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇവാക്വേഷൻ പോയിൻറ്റ്സും ഉണ്ട് ഇതിനകത്തുനിന്ന് നേരെ വൈറ്റ് ഹൗസിലേക്ക് പോകാനുള്ള ഇവാക്വേഷൻ പോയിൻറ്റ്സും കാര്യങ്ങളും ടണൽസും ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. എന്ത് ആക്രമണത്തെ പോലും ചെറുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഹെവി ആയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും സുരക്ഷിതത്വത്തോടു കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കോംപ്ലക്സിലാണ് ഇവിടുത്തെ സുപ്രീം കോടതി, അതുപോലെ പാർലമെൻറ്റ്, അതായത് ക്യാപിറ്റൽ ബിൽഡിങ്, അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ താമസ സ്ഥലമായിട്ടുള്ള വൈറ്റ് ഹൗസ്, ഇതെല്ലാം ഈ ഒരു കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ്. എന്തായാലും ഇത്രയും അടുത്തുനിന്ന് നമുക്ക് ക്യാപിറ്റൽ ബിൽഡിങ്ങിനെ വളരെ തിരക്കില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റോമൻ കൺസ്ട്രക്ഷനാണ്. നിയോ ക്ലാസിക്കൽ റോമൻ കൺസ്ട്രക്ഷൻ രീതിയിലാണ്. നമുക്ക് റോമിലൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഈ വാഷിങ്ടൺ സിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉദ്യാന നഗരം തന്നെയാണ്. ഫുള്ള് സ്ഥലങ്ങളിൽ നമ്മൾ വരുന്ന വഴിയിലും എല്ലാം ഇതുപോലുള്ള പാർക്കുകളാണ്. ഈ പാർക്കുകളിലൊക്കെ എല്ലാവരും വൈകിട്ട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഭാഗങ്ങളിലും ഈ പുൽത്തകിടികളും, അതായത് ഗ്രീൻ സിറ്റി എന്ന് തന്നെ നമുക്ക് ശരിക്കും ഇതിനെ പറയാം. എല്ലാ സ്ഥലങ്ങളിലും പാർക്കുകളാണ്. സ്റ്റാച്യു ഓഫ് പീസാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഈ ഒരു ജംഗ്ഷനിൽ. അതായത് ഇതിന് നേരെ മുന്നിലായിട്ട് നമ്മൾ കാണുന്ന സ്റ്റാച്യു ഓഫ് പീസാണ്. രസമുള്ള ഒരു ശില്പം. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു റോമൻ രീതി തന്നെയാണ്. നമുക്ക് റോമൻ ഗ്രീക്ക് സ്റ്റൈലിലൊക്കെയാണ് ഈ ഒരു ശില്പങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. USA ഗൈഡഡ് ടൂറിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. വാഷിംഗ്ടൺ DC ഒരു ഫെഡറൽ ഡിസ്ട്രിക്റ്റ് ആണ്. ഇത് പോട്ടോമാക് നദിയുടെ കിഴക്കൻ തീരത്താണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സംസ്ഥാനമായ വിർജീനിയയും മറ്റൊരു അതിർത്തി മേരിലാൻഡുമാണ്. സ്ഥാപക പിതാവായ ജോർജ് വാഷിംഗ്ടണിന്റെ പേരിലാണ് ഈ ഒരു നഗരം അറിയപ്പെടുന്നത്. കൂടാതെ ഫെഡറൽ ഡിസ്ട്രിക്റ്റിന് കൊളംബിയയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വാഷിംഗ്ടൺ DC എന്ന് പറയുന്നത്. വാഷിംഗ്ടൺ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. US ഫെഡറൽ ഗവൺമെന്റിന്റെയും നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനമാണ് ഈ ഒരു നഗരം. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരം പ്രധാന ലോക രാഷ്ട്രീയ തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. US ഭരണഘടന പ്രകാരം ഇത് ഒരു പ്രത്യേക അധികാര പരിധിയിൽ ഒരു ഫെഡറൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അത് ആയതുകൊണ്ട് തന്നെ ഇതൊരു മറ്റൊരു സംസ്ഥാനത്തിന്റെയും ഭാഗമായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 1791 ഈ വാഷിംഗ്ടൺ നഗരം സ്ഥാപിതമായത്. ദേശീയ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു നഗരം രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു നഗരം തന്നെയാണ് ഈ ഒരു നഗരം എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഭരണപരമായിട്ടുള്ള സ്ഥിരാകേന്ദ്രമാകുന്ന ഒരു നഗരം എപ്പോഴും തിരക്കുള്ള നഗരം തന്നെയായിരിക്കും. ഇത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു കാനഡയുടെ എംബസി ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള റോഡുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദി താമസിച്ച ഹോട്ടലും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം വാഷിങ്ടൻ്റെ സ്ട്രീറ്റിൽ മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ഇനി വൈറ്റ് ഹൗസ് കാണാനുള്ള യാത്രയിലാണ്. നമ്മൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസ് കാണാനുള്ള യാത്രയിലാണ്. ഇവിടെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ അതീവ സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയും കൂടിയാണ്. കാരണം ഇത് ലോകത്തിലെ നമ്പർ 1 രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസതിയാണ്. അതുകൊണ്ട് തന്നെ
ഈ ഒരു ഏരിയ എപ്പോഴും ഫുള്ള് നിരീക്ഷണത്തിലും അതുപോലെ തന്നെ അത്രയും സെക്യൂരിറ്റിയിലായിരിക്കും. ഈ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പം നിൽക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പോലും നിരീക്ഷണത്തിലായിരിക്കും. എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വന്ന് നമ്മളെ പൊക്കിപ്പോവും. ഒരു സംശയം വേണ്ട. നമ്മളിവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് കയറണം. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീക്രട്ട് സർവീസിൻ്റെ വെഹിക്കിൾ കിടക്കുന്നതായിട്ട് കാണാം. ഒരുപാട് മന്ദിരങ്ങളുണ്ട്. എല്ലാം റോമൻ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പില്ലറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതേ രീതിയിലാണ്. നമ്മുടെ നിയമസഭാ മന്ദിരവും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ്. വൈറ്റ് ഹൗസ് കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം നല്ല സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പോലീസുകാരാണ്. സീക്രട്ട് സർവീസും FBI ടീമും എല്ലാ സ്ഥലത്തും ആളുകളാണ്. നമുക്ക് ശരിക്കും പ്രതിമകളുടെ നഗരം എന്നും കൂടി പറയാം. കാരണം എല്ലാ സ്ഥലത്തും ഒരുപാട് സ്റ്റാച്യൂസാണ്. സിറ്റിയുടെ പല ഭാഗങ്ങളിലും പാർക്കും അതുപോലെ തന്നെ ആ പാർക്കിലൊക്കെ സ്റ്റാച്യൂസുമാണ്. നമ്മൾ ഏകദേശം വൈറ്റ് ഹൗസിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.